പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്ന് തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്ന കാലങ്ങളെ ഓർക്കുന്നുണ്ട്. ഇന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കുടുംബം ഒരുമിച്ചിരുന്ന് അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം നിറവേറണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ഈ അങ്ങയുടെ എന്നുള്ള വാക്കിങ്ങനെ വലിയ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം. അങ്ങയുടെ രാജ്യം വരണമേ. ക്രിസ്തു രാജാവാണെന്നുള്ളതിന് തെളിവുകൾ ഒരുപാടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. മനോഹരമായിട്ട് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 19-ാം അധ്യായം 11-ാമത്തെ വചനം ഇങ്ങനെ ആരംഭിക്കും. സ്വർഗം തുറക്കപ്പെടുന്നതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു, അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. 15-ാമത്തെ വചനത്തിലേക്ക് 16-ാമത്തെ വചനത്തിലേക്ക് ഒന്ന് ചെന്ന് നോക്കണം. അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. കാലങ്ങൾക്ക് മുന്നേ തുടങ്ങി നമ്മുടെ വീടുകൾക്കുള്ളിൽ ഉയർന്നിരുന്ന നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ഏറ്റുപാടിയിരുന്ന ഒരു പാട്ടാണത്. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരണമേ, നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. കുടുംബത്തിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു കാര്യം, കർത്താവേ നിന്റെ രാജ്യം, നിന്റെ ഹിതം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എപ്പോഴാണോ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറുന്നിടമായി എൻ്റെ കുടുംബം മാറണത്, അത് ദൈവത്തിൻ്റെ രാജ്യമാകുന്നു. അവിടെ ക്രിസ്തു രാജാവായി വാഴുന്നു. പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും യാതൊരു സംശയങ്ങളും വേണ്ട. കർത്താവിൻ്റെ തിരുമുൻപിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ രാജ്യം വരാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. കുഞ്ഞുങ്ങളോട് സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ടല്ലോ. കപ്പലപകടത്തിൽ പെട്ടിട്ട് എല്ലാവരും മരിച്ചു പോകാൻ പോകുന്ന നേരം ഒരു കുഞ്ഞ് ഈ കപ്പലിൻ്റെ കൊടി മരം കെട്ടി ഉറപ്പിക്കുന്നു. ഒരു കുഞ്ഞ് എല്ലാവരെയും അവനെ പ്രോത്സാഹിപ്പിക്കുന്നു, അവനെ അഭിനന്ദിക്കുന്നു. കൊടിമരത്തിന് താഴേക്ക് വരാനായി ഭയപ്പെട്ടിരിക്കുന്ന കുഞ്ഞിനോട് അപ്പൻ പറയുന്നുണ്ട്, കപ്പിത്താനാണ് പറയുന്നുണ്ട്, നീ താഴേക്ക് വാ, നിന്റെ അപ്പനാ വിളിക്കുന്നത്, ധൈര്യമായിട്ട് താഴേക്ക് വാ. താഴേക്ക് നോക്കുമ്പോൾ കൊച്ചു കാണുന്നത് അലറി മറിയുന്ന കടലാണ്. ഇങ്ങനെ തിരമാലകൾ അടിച്ചു പൊന്തുന്നുണ്ട്. കുഞ്ഞു പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്, അപ്പം ഞാൻ വരുന്നില്ല, ഞാൻ മേളിലിരുന്നോളാം. ആ സമയത്ത് കുറച്ചു നേരം ഒന്ന് കപ്പലിൻ്റെ ഡോക്കിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നിട്ട് അപ്പൻ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്, മോനെ നീ താഴേക്ക് വാ, താഴേക്ക് ഇറങ്ങുമ്പോൾ നീ താഴേക്ക് നോക്കണ്ട, മുകളിലേക്ക് ആകാശങ്ങളിലേക്ക് നോക്ക്, എന്നിട്ട് താഴേക്ക് വാ. കുഞ്ഞ് ആകാശങ്ങളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തതയുണ്ട്. കാരണം താഴെ നടക്കുന്ന ഈ ഒച്ചപ്പാടുകളും ബഹളങ്ങളും അപകടങ്ങളും മുകളിലില്ല. ഇങ്ങനെ ശാന്തമായിട്ടുള്ള ആകാശം, അത് കണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന കുഞ്ഞ്. കർത്താവ് പറയും, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല, നിങ്ങൾ ശിരസുയർത്തി ആകാശങ്ങളിലേക്ക് നോക്കുവിൻ. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ചുറ്റും എഴുന്നിരുന്ന പ്രിയപ്പെട്ടവരെ നോക്കി നസ്രത്തിലെ ആ തച്ചൻ പറഞ്ഞിരുന്ന കാര്യമാണിത്. എൻ്റെ രാജ്യം ഐഹികമല്ല, നിങ്ങളതുകൊണ്ട് ആകാശങ്ങളിലേക്ക് നോക്ക്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ഉന്നതങ്ങളിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് കർത്താവ് പറയുമ്പോൾ ഇത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതിനു വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്. കർത്താവെ അവിടുത്തെ രാജ്യം വരണം, അവിടുത്തെ ഹിതം നിറവേറണം, അവിടുത്തെ രാജ്യം, അവിടുത്തെ ഹിതം. ചില സ്കൂളുകളുടെ മുൻപിൽ, അത് പണ്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, സ്കൈ ഈസ് ദ ലിമിറ്റ്, സ്കൈ ഈസ് ദ ലിമിറ്റ്. അതിപ്പോൾ മിക്കവാറും പല സ്കൂളുകളും കടമെടുത്തിട്ടുണ്ട്. ആകാശം വരെ ഞങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്തിക്കാം, ആകാശം വരെ എത്തിക്കാം. മാതാപിതാക്കളുടെ മുൻപിൽ കൊടുക്കുന്ന വലിയൊരു പ്രലോഭനമാണ്, നിങ്ങളുടെ കുഞ്ഞിനെ ആകാശം മുട്ടെ വളർത്താൻ ഞങ്ങൾ. പക്ഷേ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് അതല്ല, വചനം ഓർമ്മിപ്പിക്കുന്നത് അതല്ല. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ഉന്നതങ്ങളിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഈ ആകാശത്തിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് മനസ്സുറപ്പിക്കാൻ, അവിടെ വാഴുന്ന കർത്താവിൻ്റെ രാജ്യവും ഭരണവും ഹിതവും എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ നിറവേറാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സമർപ്പിക്കേണ്ട ദിവസം.
ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റെല്ലാ ശക്തികളും പുറത്തു പോകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ക്രിസ്തുരാജൻ ജയിക്കട്ടെ, ക്രിസ്തുരാജൻ ജയിക്കട്ടെ. ഈ ലോകത്തുള്ള മറ്റ് ഏതൊരാളെക്കാളും മുകളിലായി അവൻ്റെ ഹിതം, അവൻ്റെ ഇഷ്ടം. ഈ അന്ന് അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരാൾ രാജാവായിരുന്നു. ആ രാജാക്കന്മാരുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഈ മനുഷ്യർ പറഞ്ഞിരുന്നത്, നിങ്ങളെക്കാൾ വലിയ രാജാവ് ഞങ്ങൾക്കുണ്ട്. ആ വിളിച്ചു പറച്ചിലിന് അവർക്ക് ജീവൻ്റെ വിലയായിരുന്നേ. കാരണം അത് മറ്റൊരു ചക്രവർത്തിയുടെ മുൻപിൽ നിന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തം ജീവൻ ഇങ്ങനെ ബലി കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും അവർ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളെക്കാൾ വലിയൊരു രാജാവ് ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അത് അവർ കണ്ടിരുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി രാജാക്കന്മാരായിരുന്നു, ചക്രവർത്തിമാരായിരുന്നു. അതിനും മുകളിലുള്ള ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഫണ്ടാസ്റ്റിക് ഫോർ അല്ലെങ്കിൽ ദ അവഞ്ചേഴ്സ്, ഇവരെക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അവർക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ ഒരു കഥയും പറഞ്ഞു കൊടുക്കാം. ഒരു ക്രിസ്തു ഇങ്ങനെ നിന്ന് തൻ്റെ ജീവിത കഥ പറയുമ്പോൾ അവൻ്റെ ചുറ്റും നിന്ന് ഈ കഥ കേൾക്കുന്നത് ഇവരുടെ സൂപ്പർ ഹീറോസാണ്. സ്പൈഡർമാനൊക്കെ ഇങ്ങനെ ചിലന്തി വലയിൽ തൂങ്ങിക്കിടന്നാണ് കർത്താവിൻ്റെ കഥ കേൾക്കണേ. മറ്റേ ഹൾക്കൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വളരെ കർത്താവിൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആൾ പറഞ്ഞു കൊടുക്കാൻ, ദാറ്റ് ഈസ് ഹൗ ഐ സേവ്ഡ് ദ വേൾഡ്. അങ്ങനെയാണ് ഞാൻ ഈ ലോകത്തെ രക്ഷിച്ചെടുത്തത്. ഓർക്കണം, ഈ അവഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൂപ്പർ ഹീറോസ് ലോകത്തെ രക്ഷിക്കാനായിട്ട് ഒരുമിച്ച് നിന്ന് പൊരുതുന്ന ആളുകളാണ്. ഇവരുടെയൊക്കെ സൂപ്പർ ഹീറോയായിട്ട് അവർ കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഇവർക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അന്നത്തെ ആളുകൾ ജീവൻ കൊടുത്തും മറ്റു രാജാക്കന്മാരുടെ മുൻപിൽ നിന്ന് പറഞ്ഞത് എന്താണെന്ന് ഇവർക്ക് കൃത്യമായിട്ട് പിടികിട്ടും. അങ്ങനെയൊരു രാജാവ് ഞങ്ങളെ ഭരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇന്ന് ഈ ഒരു തിരുനാളിൽ നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കേണ്ടത്. കർത്താവെ, വേറൊരാളുമല്ല, വേറൊന്നുമല്ല, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ ഇഷ്ടം നിറവേറണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്നുള്ള ആ ഒരു വലിയ പ്രാർത്ഥനയാണ്, വലിയ നിലവിളിയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ദൈവത്തെ തഴഞ്ഞ് അവർ മറ്റൊരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ആദ്യമേ തന്നെ കർത്താവ് അവർക്കൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് സാമുവേൽ പ്രവാചകൻ വഴിയായിട്ട്. നിങ്ങളുടെ രാജാക്കന്മാർ നിങ്ങളെ അടിമകളാക്കും, അവർ നിങ്ങളുടെ യജമാനന്മാരായിരിക്കും, നിങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്തത്ര ദുർവഹമായിട്ടുള്ള ഭാരങ്ങൾ അവർ നിങ്ങളുടെ മേൽ ചുമത്തും. സത്യമല്ലേ കാര്യങ്ങൾ? സത്യമല്ലേ? ഈ നമ്മൾ മറ്റേതൊരാളെയും മറ്റേതൊരു കാര്യത്തെയും എൻ്റെ രാജാവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ പിന്നെ അവരുടെ അടിമകളാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്നേഹം കൊണ്ടൊരാളൊരു സാമ്രാജ്യം തീർക്കുന്നു, ആ സാമ്രാജ്യത്തിൽ സ്നേഹം കൊണ്ടൊരാൾ ഭരിക്കുന്നു, കരുതലോടുകൂടെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെയൊരു രാജ്യത്തിൻ്റെ പ്രജകളായി തീരാൻ, അങ്ങനെയൊരു രാജാവിൻ്റെ സ്നേഹിതരായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും അപേക്ഷയും നിലവിളിയുമാണ് ഇന്നത്തെ സമർപ്പണം. കർത്താവെ, അങ്ങയുടെ രാജ്യം വരട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഞങ്ങൾ അടിമകളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങയുടെ സ്നേഹിതന്മാരായി അങ്ങയുടെ രാജ്യത്തിൻ്റെ അവകാശികളായി ജീവിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയാലും എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്നുള്ളത് വെറുമൊരു മുദ്രാവാക്യം വിളിയല്ല, നേരെ മറിച്ച് അതെൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന നിലവിളിയോടെയുള്ള പ്രാർത്ഥനയാണ് തമ്പുരാനെ എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയും ആ നിലവിളിയും സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർക്ക് പോലും മാറ്റം വരുത്താൻ അവകാശമില്ലാത്ത ഞാൻ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ എൻ്റെ തന്നിഷ്ടത്തിൻ്റെ കോട്ടകൊത്തളങ്ങൾക്കകത്തേക്ക് കർത്താവെ രാജാവായി നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണിത്. എൻ്റെ തന്നിഷ്ടങ്ങളുടെ രാജ്യാധികാരത്തിലേക്ക് കർത്താവെ നീ ഇടപെടണമേ എന്ന്, നീ രാജാവായി നിലയുറപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ വേണം ഇന്ന് ഉറക്കത്തിലേക്ക് പോകാൻ. ഇത് ആ പ്രാർത്ഥനയ്ക്കുള്ള വിശുദ്ധമായ രാത്രിയായിരിക്കട്ടെ. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ. നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.